ഇവിടെ കിടക്കുമായിരുന്നു. അമ്പിളിയമ്മാവനെ നോക്കി കിടക്കുക കള്ളൻ. അപ്പൊ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞത് നുണയായിരുന്നല്ലേ? ആര് പറഞ്ഞു നുണയാണെന്ന്? എന്റെ കല്യാണം കഴിഞ്ഞതാ, അത് സത്യം. ഞാനല്ലേ പറയുന്നേ. സത്യമൊക്കെ ഞാൻ അറിഞ്ഞു. അണ്ണൻ ഇനി അതിനു വേണ്ടി നുണ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. കല്യാണം കഴിച്ച ഞാനല്ലേ പറയുന്നേ, പിന്നെ നിനക്ക് വിശ്വസിച്ചാലെന്താ? എങ്കിൽ ശരി, അണ്ണൻ ആരെയാ കല്യാണം കഴിച്ചത് പറ. അതൊരു പെൺകുട്ടിയെ. അത് മനസ്സിലായി. ആ പെൺകുട്ടിയുടെ പേരാ ഞാൻ ചോദിച്ചത്. കല്യാണ തിരക്കിനിടയിൽ ഭാര്യയുടെ പേര് ചോദിക്കാൻ വിട്ടുപോയല്ലേ? നിനക്കിപ്പോ എന്തുവാണ് അറിയണ്ടേ? അണ്ണ, ആര് പറഞ്ഞുണ്ടാക്കിയ നുണക്കഥയാണെങ്കിൽ അണ്ണന്റെ കല്യാണ കഥ ഉദ്ദേശിച്ച ഫലം ചെയ്തു. അത് കേട്ട് ആ ടീച്ചറിനുണ്ടായ വിഷമം ഞാൻ കണ്ടത്. എന്റെ കല്യാണം കഴിഞ്ഞതിന് ആ ടീച്ചർ എന്തിനാണ് വിഷമിക്കുന്നത്? അണ്ണാ, ഇതേ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കില്ല കേട്ടോ. ആ ടീച്ചറിന് അണ്ണനെ ഇഷ്ടമാണെന്ന് അണ്ണൻ അറിയാത്തതാണോ? അണ്ണനും ആ ടീച്ചറിന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഈ ഒളിച്ചുകളിയൊന്ന് അവസാനിപ്പിക്കണ്ണ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ സൗന്ദര്യപ്പിണക്കമാണെങ്കിൽ അതങ്ങ് പറഞ്ഞു തീർക്ക്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ മിണ്ടാതെയും പറയാതെ ഒഴിഞ്ഞു മാറി നടക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് വിഷമോ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ അതിലോട്ട് ബന്ധമൊന്നും ഇല്ല ചിന്ന. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. അണ്ണ, അന്നൊരു ദിവസം ട്യൂഷൻ എടുത്തോണ്ടിരുന്നപ്പോ ടീച്ചർ മൂടോട്ടാണെന്ന് അണ്ണൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അന്ന് ട്യൂഷൻ കഴിഞ്ഞപ്പോ ടീച്ചറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അണ്ണൻ അവിടെ നിന്ന്. അന്ന് നിങ്ങൾ തമ്മിലുള്ള സംസാരം കഴിഞ്ഞപ്പോഴാ രണ്ടുപേർക്ക് ഈ മാറ്റം. അന്ന് എന്തോ നിങ്ങൾ സംസാരിച്ചത്? അണ്ണ എന്നെ ഒരു സുഹൃത്തായി കാണുന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടായെന്ന് പറ. അതല്ല, ഞാൻ വെറും ഒരു പണിക്കാരൻ മാത്രമാണെങ്കിൽ അണ്ണൻ പറയണമെന്നില്ല. സത്യത്തില് കളരിയാശാന എല്ലാം കുഴപ്പത്തിലാക്കിയത്. ആഞ്ജനേയ ശിഷ്യനെ പ്രലോഭിപ്പിച്ചതിന്റെ പേരിൽ ആ ടീച്ചർക്ക് 10 മടങ്ങ് ശിക്ഷയും ലഭിക്കും. അവരുടെ ജീവിതം നരകതുല്യമാകും. അടുത്ത ബന്ധുക്കൾക്ക് ചിലപ്പോ ജീവഹാനി വരെ ഉണ്ടാകും. ആ ടീച്ചർക്ക് അംഗവൈകല്യം ഉണ്ടാകും. ജോലി തന്നെ നഷ്ടപ്പെട്ടേക്കാം. ആഞ്ജനേയ കോപത്തിനിരയായാൽ ഇങ്ങനെ എന്തും ടീച്ചർക്ക് നേരിടേണ്ടി വരും.